കൂടുതൽ സേനാംഗങ്ങൾ അവിടേക്ക് രക്ഷാപ്രവർത്തനത്തിനായി എത്തുന്നു. ഈ എത്തിത്തുടങ്ങിയിട്ടുണ്ടോ സരീഷ്? കാരണം ഈ കുറച്ചു നേരമാകുന്നു ഈ വാഹനം സ്ഥിരീകരിക്കപ്പെട്ടിട്ട്. മറ്റെന്തെങ്കിലും ഒരു ലീഡ് ഈ ഒരു വിഷയത്തിൽ വരുന്നുണ്ടോ? ബോട്ട് ഈ സ്ഥലത്തേക്ക് എത്തിയത് അല്പസമയം ഇവർ എല്ലാ ഭാഗത്തും പരിശോധന നടത്തുകയും ചെയ്തു. പക്ഷേ ഇപ്പോഴും ഒരു വെല്ലുവിളി, കനത്ത മഴ ഇപ്പോൾ ഉണ്ട്. അതോടൊപ്പം തന്നെ ശക്തമായ അടിയൊഴുക്കുണ്ട്. അപ്പോൾ ഈ മേഖലയിൽ ഇപ്പോൾ അവർ ക്യാമ്പ് ചെയ്യുന്നു. അതായത് അവിടെ തന്നെ അവർ കഴിയുകയാണ്. അവർക്ക് നിലവിൽ പുഴയിലേക്ക് ഇറങ്ങാൻ സാധിക്കുന്ന ഒരു സാഹചര്യം ഇല്ല എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാവുന്നത്. അല്പസമയം മുൻപ് നമ്മൾ അവിടെയുള്ള ആളുകളുമായി ബന്ധപ്പെട്ടിരുന്നു. അവർ പറഞ്ഞത് ഇങ്ങനെയാണ്: നാവികസേനയുടെ ബോട്ടുകൾ ഈ വാഹനം കണ്ടെത്തിയ സ്ഥലത്തേക്ക് എത്തിയിരിക്കുന്നു. പക്ഷേ അതിൽ നിന്ന് ഒരാൾക്ക് പോലും, മുങ്ങൽ വിദഗ്ധർ ഉൾപ്പെടെയുള്ള ഒരാൾക്ക് പോലും ഈ പുഴയിലേക്ക് നിലവിലെ സാഹചര്യത്തിൽ ഇറങ്ങാനായിട്ടില്ല. കാരണം അവിടെ ശക്തമായ അടിയൊഴുക്ക്, മഴ ഉൾപ്പെടെയുണ്ട്, കാറ്റുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ബോട്ടിൽ നിന്നും താഴേക്ക് ഇറങ്ങാനാവുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും അവസാനമായി അവിടെ നിന്നും ലഭിക്കുന്ന വിവരം. അങ്ങനെയെങ്കിൽ ഈ മഴ മാറി നിൽക്കുന്ന തൊട്ടു പിന്നാലെ ഈ സേനാ അംഗങ്ങൾ ഈ പുഴയിലേക്ക് ഇറങ്ങും. പക്ഷേ അവിടെയും വെല്ലുവിളി, വലിയ പ്രതിസന്ധിയായി നിൽക്കുക ഈ മഴയും ശക്തമായ കാറ്റും അതോടൊപ്പം തന്നെ പുഴയുടെ അടിയൊഴുക്കും തന്നെയാണ്. അതിനപ്പുറത്തേക്ക് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ചാണെങ്കിൽ ഇപ്പോൾ ആലോചിക്കുന്നത് ഒരുപക്ഷെ നാവികസേന അംഗങ്ങൾ ബൂമിന്റെ ബക്കറ്റ് ഹാൻഡിൽ ഉപയോഗിച്ച് താഴേക്ക് ഇറങ്ങി പുഴയുടെ മേൽത്തട്ടിൽ നിന്ന് പരിശോധന നടത്താനുള്ള ഒരു സാധ്യത ഇപ്പോൾ തെളിയുകയാണ്. പക്ഷേ അത് കുറച്ചു സമയം കൂടി കാത്തുനിന്ന ശേഷമായിരിക്കും. കാരണം ബക്കറ്റ് ഹാൻഡിൽ അതിൽ താഴേക്ക് ഇറങ്ങിയാൽ കൂടുതൽ താഴേക്കുള്ള പരിശോധന നടത്താനാവുകയില്ല. അത് ഒരു പ്രതിസന്ധിയായി തന്നെ നിൽക്കും. പക്ഷേ മഴ തുടരുകയാണെങ്കിൽ അങ്ങനെ ഒരു സാധ്യത കൂടി ഇപ്പോൾ നാവികസേന ആലോചിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും അവർ ബോട്ടിൽ തന്നെ കാത്തിരിക്കുകയാണ്. ഏതെങ്കിലും ഒരു ചെറിയൊരു ഇടവേള ലഭിക്കുകയാണെങ്കിൽ, മഴയ്ക്ക് ഇടവേള ലഭിക്കുകയാണെങ്കിൽ തീർച്ചയായും അവർ ആ പരിശോധനയിലേക്ക് കടക്കും. പുഴയിലേക്ക് ഇറങ്ങിയുള്ള പരിശോധന തന്നെ നടത്താനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും ശുഭകരമായ വാർത്ത എന്നാണ് നമുക്ക് പറയാനാവുക. പക്ഷേ അതിൽ അർജുന്റെ ഒരു അവസ്ഥ കൂടി നമ്മൾ അതിൽ കണക്കിലെടുക്കണം. ശുഭകരമാണ് എന്ന് നമ്മൾ ആവർത്തിച്ച് പറയുമ്പോഴും 9 ദിവസമായി ഒരു വ്യക്തി ആ ലോറിക്കിടയിലുണ്ട്, അല്ലെങ്കിൽ ലോറിക്കുള്ളിലുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു ആരോഗ്യസ്ഥിതി കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ ഊഹിക്കേണ്ടതുണ്ട് തീർച്ചയായും. പക്ഷേ നമ്മൾ കാത്തിരുന്നത് ആ വാഹനം കണ്ടെത്തണം എന്നുള്ളത് തന്നെയാണ്. പക്ഷേ ചില സംശയങ്ങൾ കൂടി ഇടയ്ക്ക് വരുന്നുണ്ട്. കാരണം ആ ലോറിയിൽ യുദ്ധം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ലോറി ഉടമയുമായി സംസാരിച്ചപ്പോൾ എന്ത് സാഹചര്യമാണ് എന്ന് അറിയില്ല. അവസാന നിമിഷം, അതായത് ഇദ്ദേഹത്തിനൊപ്പം ഒരാൾ കൂടി ഉണ്ടായിരുന്നു. അദ്ദേഹം 5 മണിക്ക് ഇവിടെ നിന്നും വാഹനം എടുത്ത് അദ്ദേഹത്തിന്റെ യാത്രാ സ്ഥലത്തേക്ക്, അല്ലെങ്കിൽ ലോഡ് ഇറക്കേണ്ട സ്ഥലത്തേക്ക് പോകുമ്പോൾ ഇദ്ദേഹം വാഹനത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. അദ്ദേഹം ഉറങ്ങുകയായിരുന്നു എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ ഈ അപകടത്തിന് തൊട്ടു മുൻപ് ഏതാണ്ട് 8:10 ഇവിടെ നിന്ന് മറ്റൊരു വാഹനം കൂടി പുറപ്പെട്ടിരുന്നു. അദ്ദേഹവും പറഞ്ഞത് ഈ സ്ഥലത്ത് തന്നെ വാഹനം പാർക്ക് ചെയ്തിട്ടുണ്ട്. അതായത് റോഡിനോട് ചേർന്നുള്ള സ്ഥലത്ത് തന്നെ വാഹനം പാർക്ക് ചെയ്തിട്ടുണ്ട്. ആ സ്ഥലത്ത് അദ്ദേഹം ഈ 8:10 എന്ന് പറയുന്ന സമയത്തും ഉറങ്ങുകയായിരുന്നു എന്ന് അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഈ അപകടം നടക്കുമ്പോഴും അർജുൻ വാഹനത്തിൽ തന്നെ ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയാണ് ഇപ്പോഴും ഉള്ളത്. അങ്ങനെയെങ്കിൽ ഈ വാഹനത്തിനുള്ളിൽ നിന്ന് അർജുനെ കണ്ടെത്താനാകും എന്ന തികഞ്ഞ പ്രതീക്ഷ തന്നെയാണ് ഉള്ളത്. പക്ഷേ ഇപ്പോഴും രക്ഷാപ്രവർത്തനം, കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം രക്ഷാപ്രവർത്തനത്തിന് തിരിച്ചടിയായത് ശക്തമായ മഴ തന്നെയായിരുന്നു. ആ മഴ ഇപ്പോഴും വില്ലനായി തന്നെ തുടരുന്നു. മഴയും കാറ്റും ഒരു വില്ലനായി തന്നെ ഈ മേഖലയിൽ നിൽക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്.